ഇന്ന് 10 മണിക്ക് നല്ല ചക്കക്കൂട്ടാനാണ് കഴിക്കാനുണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഉമ്മി എണ്ണയും മുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി തന്നു. പിന്നെ ഒരു ചായ എടുത്ത് തെങ്ങിന്റെ ചോട്ട് പോയിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ താഴെ ഒരു പറമ്പെന്ന് ആരോ എന്തോ പണിയെന്ന സൗണ്ട് കേൾക്കുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഉപ്പയാണ്. ആള് ഇവിടുന്നതൊക്കെ വെട്ടിക്കൊണ്ടുപോയിട്ട് കൃഷി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഴക്കാർ ശ്രദ്ധിച്ചത്. ഇന്നെന്തായാലും ഒരു മഴ പ്രതീക്ഷിക്കാൻ തോന്നും. അങ്ങനെയാണെങ്കിൽ ഈ ചൂടിനൊരു കുറവുണ്ടാവും. അവിടുന്ന് തിരിച്ചിറങ്ങിയപ്പോൾ പറങ്കിമാവ് കണ്ട് മാങ്ങ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതുകൊണ്ട് അടുത്തൊക്കെ ഒന്ന് പോയി നോക്കി. എന്നാൽ വേനലായതുകൊണ്ടാണോ അത് എല്ലാം കൊഴിഞ്ഞു പോയതാണെന്ന് അറിയില്ല. ഈ മരത്തിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ നിരാശയിൽ അവിടേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഞങ്ങൾ പണ്ടിരുന്നിരുന്ന ആ ഒരു മരത്തിന്റെ വള്ളിയായിരുന്നു. ഈ വള്ളിയൊക്കെ ഒരുപാട് ക്ഷീണിച്ചെന്ന് തോന്നുന്നു. താഴെ നിലം തട്ടി കിടക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പഴയ നൊസ്റ്റാൾജിയ കിട്ടാനായിട്ട് ഒന്ന് ഊഞ്ഞാലാടിയേക്കാം. അങ്ങനെ ഇരുന്ന് ആടുമ്പോഴാണ് ഈ പറങ്കിമാങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നൊന്നും നോക്കിയില്ല, അവിടെ പോയിട്ട് അതൊക്കെ പറിച്ചെടുത്തു. ഇത് പറിച്ചെടുക്കുമ്പോൾ കശുവണ്ടി അവിടെ തന്നെ പിരിച്ചിടണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു അലിഖിത നിയമം. അതല്ലെങ്കിൽ മാന്യത എന്നും പറയാം. പൂർണ്ണമായിട്ടും പഴുത്തിട്ടില്ലെങ്കിലും കശുമാങ്ങ എടുത്ത് ഞാൻ നേണിന് കൊണ്ട് കൊടുത്തു. എന്നാൽ ഇതുവരെ കഴിക്കാത്തതുകൊണ്ടും നേണിന് പനി ആയതുകൊണ്ടും ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല. കുട്ടിക്കത് ഇഷ്ടമായതുമില്ല. പിന്നെ നമ്മൾ തന്നെ കട്ട് ചെയ്തിട്ട് അതൊക്കെ കഴിച്ചു തീർത്തു. അങ്ങനെ ഒന്ന് പുറത്തു പോകാനായിട്ട് നമ്മൾ സ്കൂട്ടി എടുത്ത് ഇറങ്ങിയതായിരുന്നു. ഇത് നമ്മുടെ പഴയ വണ്ടിയാണ്. ഇതും കൊണ്ട് ഞാൻ ഒരുപാട് ചുറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളക്കുതിര എന്നാണ് വിളിച്ചിരുന്നത്. ഈ റോഡൊക്കെ കുടിവെള്ളത്തിന്റെ പൈപ്പ് ഇട്ട് കഴിഞ്ഞ് ഇപ്പോ പാച്ച് വർക്ക് നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും അടുത്ത പൈപ്പ് ഇടുന്നതോ കേബിൾ ഇടുന്നതോ വരെ ഈ റോഡ് നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കാം. കുറച്ച് പണിയൊക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വളാഞ്ചേരി KSFയിലാണ് എത്തിയത്. ഇവിടെ പുതിയൊരു ചിട്ടി തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും കാലമായിട്ടും സേവിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇനിയെങ്കിലും അതൊക്കെ തുടങ്ങണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ചിട്ടി ചേർന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വളാഞ്ചേരി വെങ്ങാട് റൂട്ടിന് ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരുപാട് പശുക്കൾ മേഞ്ഞു കിടക്കുന്നത് കണ്ടത്. ഈ ഒരു ഏരിയയെ കുറിച്ചിട്ട് ഞാൻ മുന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ നടക്കിരുത്തുന്ന പശുക്കളെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും അതിനകത്തൊന്ന് കയറി നോക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം ഞാൻ നടത്തി. പക്ഷെ അവിടെ അനുവാദം ഇല്ലാതെ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ ജോലിക്കാരനാണെന്ന് തോന്നുന്നു. ഒരാളെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് കയറാൻ അനുവാദം തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഏകദേശം 1400ഓളം പശുക്കളുണ്ടെന്നാണ്. അതിന്റെ പാലൊക്കെ രാവിലെ വളാഞ്ചേരിയിലുള്ള ആർക്കോ കൊടുക്കുന്നു എന്നും പറഞ്ഞു. അവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് രണ്ട് സൈഡിലും നിറയെ ആലുകളുള്ള ഒരു ഏരിയ കണ്ടത്. ഇവിടുത്തെ ആലുകളെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. എല്ലാ ആലുകൾക്കും എന്തോ പ്രത്യേക നിറത്തിലുള്ള കളറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്ത് കണ്ടാലും എനിക്കതൊക്കെ നോക്കണം. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് അവിടെയുള്ള ഒരാളോട് ചോദിച്ചു. എന്തെങ്കിലും ഉത്സവത്തിന്റെ ഭാഗമായിരിക്കും എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ ഇതൊരു കോളേജ് വിദ്യാർത്ഥികൾ അവരുടെ എന്തൊക്കെയോ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞു. കാണാൻ എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ കറങ്ങി ഞാൻ പടപ്പറമ്പെത്തി. അവിടെ ഒരുപാട് വണ്ടികളും കുറെ ആളുകളെയൊക്കെ കണ്ടപ്പോൾ എന്താണ് സംഭവം എന്നറിയാൻ അകത്ത് കയറി നോക്കി. അവിടെ ഒരു പുതിയ ചായക്കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 വർഷത്തോളമായി എന്നാണ് ആള് പറഞ്ഞത്. നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴാണ് കാണുന്നത്. അവിടെ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ നല്ല രസമായിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഇലക്ട്രിക് വാഹനങ്ങളാണെങ്കിൽ ചാർജ് ചെയ്യാനുള്ള 2 സ്ലോട്ട് അവിടെ ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അവിടുന്ന് ഒരു ചായയൊക്കെ എടുത്ത് നാട്ടിൽ വന്നിട്ട് മുടി വെട്ടാനായിട്ട് കയറി. പുതിയ സ്റ്റൈലിക്കൊന്നുമല്ല, ചെറുതായിട്ട് മുടിയുടെ ലെങ്ത്തും താടിയൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? രസമുണ്ടോ? തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന സ്ഥലത്ത് ഇന്ന് കുറച്ച് ആളുകളെയൊക്കെ കാണാനുണ്ട്. നമ്മുടെ ഈ കൂട്ടത്തിൽ ഇങ്ങേരുണ്ടെങ്കിൽ എല്ലാ സമയത്തും ആള് തന്നെ ആയിരിക്കും എപ്പോഴും എയർ കയറുന്നത്. ഇന്നും ആ പതിവ് തെറ്റിച്ചിട്ടില്ല, എയർ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി.